ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരേടാണ്. ഞങ്ങൾ ആരെയും വിലമതിക്കുന്നില്ല. ആരുടെ സമരമായാലും പ്രക്ഷോഭമായാലും അതിനെ ഞങ്ങൾ ഗൗനിക്കില്ല. RSSും സംഘപരിവാർ വിഭാഗങ്ങളും അതിൻ്റെ രാഷ്ട്രീയ ഉപകരണമായ BJPയും ചേർന്ന് എല്ലാ ജനാധിപത്യ ശക്തികളെയും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ, അവർക്കെതിരായിട്ട് വരുന്ന എല്ലാ പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും ദേശവിരുദ്ധമാണ് എന്ന് മുദ്രകുത്തി അവരെല്ലാം കൽത്തുറുങ്കിലടക്കാൻ കഴിഞ്ഞ 10-12 വർഷക്കാലം നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ തുടർച്ചയിൽ യുവജന വിദ്യാർത്ഥി വിഭാഗം, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം, ഇന്ത്യയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായം രചിക്കത്തക്ക രീതിയിൽ RSSൻ്റെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും അതിൻ്റെ ഭരണകൂട ശക്തികളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് വമ്പിച്ച രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് എല്ലാവർക്കും, ആദ്യം ഇതിനോടെല്ലാം മുഖം തിരിഞ്ഞു നിന്നിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ സമരം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവരെല്ലാം ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതിൻ്റെ വളരെ ചുരുക്കം മാസം മാത്രമായിട്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ CJPയുടെ വലിയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ടത്. ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവമായിട്ടാണിത് മാറിയത്. ഒരു തരത്തിലും രാജിവെക്കില്ല എന്നായിരുന്നു BJPയുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാട്. പക്ഷേ ഒരിഞ്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒറ്റക്കെട്ടായി പ്രതിപക്ഷ ശക്തികളാകെ, വൈകിയാണെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും SFI ഉൾപ്പെടെയുള്ളവരെല്ലാം ആദ്യം മുതലേ ഇതിൻ്റെ ഒപ്പം ചേർന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അവരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിലൂടെ ഈ ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള, നീറ്റ് പരീക്ഷ മാത്രമല്ല പരീക്ഷ ഉൾപ്പെടെയുള്ള ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്രിമങ്ങൾ, 22 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതുന്ന ആ പരീക്ഷ വലിയ അഴിമതിയുടെയും കൃത്രിമത്തിൻ്റെയും ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും റദ്ദാക്കേണ്ടി വന്ന സാഹചര്യം, ടെൻഷൻ അനുഭവിക്കുന്ന ആ പരീക്ഷ എഴുതുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 10-20ലധികം കുട്ടികൾ സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കേണ്ടി വന്ന സാഹചര്യം, ഇങ്ങനെയെല്ലാമുള്ളൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സമരം ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നത്. പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പിന്നീട് ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രാജ്യവ്യാപകമായിട്ട് സമരം നടത്തി. ഈ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്ന സമരത്തിന് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ശക്തിയായ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപനം നടന്നു. ഇങ്ങനെയെല്ലാം ചേർന്നുകൊണ്ട് ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായം രചിച്ചുകൊണ്ട് പുതിയ തലമുറയെപ്പറ്റി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അരാഷ്ട്രീയവാദികളാണ്, അവർക്ക് ഇമാതിരിയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്നായിരുന്നു പലരും ധരിച്ചിരുന്നത്. അങ്ങനെയല്ല, കൃത്യമായ രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ട് ഈ പുതിയ തലമുറ ഏത് പ്രതികൂല സാഹചര്യത്തെയും മർദ്ദനത്തെയും അതുപോലെ തന്നെ അവരുടെ ഗ്രനേഡ് ഉൾപ്പെടെയുള്ള ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള പുതിയ തരം മർദ്ദന ഉപകരണങ്ങൾ ഉൾപ്പെടെയല്ല എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് വമ്പിച്ച രീതിയിലുള്ളൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ അടിത്തറ ഒരുക്കുകയാണ്. BJP ഗവൺമെൻറ്റിന്, BJP സംഘപരിവാർ വിഭാഗങ്ങൾക്ക് അതിൻ്റെ തകർച്ചയുടെ അതിശക്തിയായ രീതിയിലുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതവരുടെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും എന്ന് സഖാവ് ബേബി പറഞ്ഞത് വളരെ ശരിയാണ്.